മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന് 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ്, വിവരങ്ങൾ. റിജിത്ത്, 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി അടക്കം ആരോപണങ്ങൾ നേരിട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പിന്നീട് അവർ പൂർണ്ണമായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ച് ഒഴിഞ്ഞ സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ജനറൽ ബോഡി യോഗം ചേർന്നിരുന്നു. ജനറൽ ബോഡി യോഗത്തിനകത്ത് ഈ ഭരണസമിതി അതുപോലെ തന്നെ തുടരണമെന്ന അഭിപ്രായമായിരുന്നു ഭൂരിഭാഗം അംഗങ്ങളും ഉയർത്തിയത്. പക്ഷേ അത് അങ്ങനെയല്ല. കാരണം ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജിയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് വെച്ചത്. അത്തരത്തിലേക്ക് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം രാജി വെച്ച സാഹചര്യത്തിൽ ഈ ഭരണസമിതി തുടരാൻ അർഹതയില്ല എന്ന നിലപാട് ആയിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് ജനറൽ ബോഡി എത്തിയത്. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15 എന്ന തീയതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്മ ജനറൽ ബോഡി എടുത്ത തീരുമാനപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് 3 മാസത്തിനകം നടക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് 15 എന്ന തീയതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിയമ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വരണാധികാരിക്കൊക്കെ കഴിഞ്ഞ ദിവസം അടക്കം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അംഗങ്ങൾക്ക് കൈമാറും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആര് ഏത് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. റീജിത്ത്, താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന് നടക്കും.